പ്രിൻസസ് ആൻഡ് ദ വെയർവുൾഫ് എന്ന ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുലാങ് 7 ദിവസത്തിനുള്ളിൽ തന്നെ വിവാഹം കഴിക്കുമെന്ന് കേട്ട ആകെ ഷോക്കായ ചിപ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലീ അവളെ കാണാനെത്തിയത്. അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. മുലാങ് അവനെ ഉപദ്രവിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമാക്കുന്നു. വിവാഹത്തെക്കുറിച്ച് ഞാനും അറിഞ്ഞു. എന്തായാലും അവന്റെ സഹായമില്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ലീ അവളോട് ചോദിക്കുന്നു. എന്തായാലും അവനെ വിവാഹം കഴിക്കില്ല, പക്ഷേ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളെ വിവാഹത്തിന് മുമ്പുള്ള മര്യാദകൾ പഠിപ്പിക്കാനായി ടീച്ചർ എത്തിയത്. വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞ് ചിപ എതിർക്കുന്നുണ്ടെങ്കിലും അവർ വളരെ സ്ട്രിക്റ്റ് ആണ്. ലീ പതുക്കെ സ്ഥലം വിടുന്നുണ്ട്. അവരുടെ ടീച്ചിങ് തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചിപയ്ക്ക് മടുക്കുന്നു. അവരെ ഓടിച്ചുവിടാനായി അമ്മയുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് അമ്മ എന്നെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞ് അവളൊരു വെസ്റ്റേൺ ഡാൻസ് അവരുടെ മുന്നിൽ നിന്ന് കളിക്കുന്നു. ഡെസ്കിന് മുകളിലൊക്കെ കയറുന്ന വളരെ സെക്സി ആയിട്ടുള്ള അവളുടെ പെർഫോമൻസ് കണ്ട് ടീച്ചർ പഠിപ്പിക്കുന്നത് മതിയാക്കി അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ചിപയെ ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാമെന്ന് മുലാങ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അവളെ പഠിപ്പിക്കാൻ പറ്റില്ല, എന്നെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ടീച്ചർ അവന്റെ മുന്നിലെത്തിയത്. അവൻ അപ്പോൾ തന്നെ അവർക്ക് അതിനുള്ള പെർമിഷൻ നൽകുന്നു. എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുമെന്ന് അറിയാതിരുന്നപ്പോൾ അവൾ തന്നെ അതിന്റെ പരിഹാരം കണ്ടതിൽ അവൻ സന്തോഷിക്കുന്നു. ഭംഗിയുള്ള വസ്തുക്കൾ സമ്മാനിക്കുന്നത് സ്ത്രീകളെ സന്തോഷിപ്പിക്കുമെന്ന നോവലുകളിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് അവൻ കുറെ ഭംഗിയുള്ളതും വിലപിടിപ്പുള്ളതുമായ സമ്മാനങ്ങൾ അവൾക്ക് കൊടുത്തയക്കുന്നു. പക്ഷെ അതിലൊന്നുപോലും സ്വീകരിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. സ്വർണവും വെള്ളിയും കൊണ്ട് മലകൾ ഉണ്ടാക്കി തന്നാൽ പോലും എനിക്ക് വേണ്ട എന്നവൾ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ശരിക്കും അങ്ങനെയുള്ള മലകൾ വേണം എന്നാണ് അവൾ പറയുന്നതെന്ന് കരുതി ലിജുൻ മുലാങ്ങിനെ വിവരം അറിയിക്കുന്നു. അവൻ അതേപോലുള്ള മലകൾ ഉടനെ തന്നെ കൊടുത്തയക്കുന്നു. ചിപയ്ക്ക് അവൻ ഇങ്ങനെ സമ്മാനങ്ങൾ നൽകുന്നതൊന്നും ഹുദിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എവിടെ നിന്ന് വന്ന ഒരുത്തിയെ കണ്ടപ്പോൾ രാജാവായ അവൻ സ്വന്തം കടമകൾ പോലും മറക്കുകയാണെന്ന് പറഞ്ഞ് അവൾ പരാതി പറയാനായി അവൻ്റെ അടുത്ത് പോകുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും മലകൾ കൂടി കണ്ട് ആകെ കലികേറിയ ചിപ അവൻ്റെ അടുത്തേക്ക് ചെന്നത് ആ സമയത്താണ്. ഹുദി അവളെ അവിടെ പിടിച്ച് നിർത്താൻ ശ്രമിച്ചെങ്കിലും അവളെ തട്ടിമാറ്റിയിട്ട് അവന്റെ പേര് വിളിച്ചുകൊണ്ട് അവൾ അകത്തെ കൂടി കയറി പോകുന്നു. അതുകൂടി കണ്ടപ്പോൾ അവൾ ഒട്ടും മര്യാദയില്ലാത്തവളാണ്, അഹങ്കാരിയാണ്. അങ്ങനെയുള്ള അവളെ വിവാഹം കഴിച്ചാൽ ഈ രാജ്യം തന്നെ നശിക്കുമെന്നൊക്കെ ഹുദി വിളിച്ചു പറയുന്നു. മുലാങ് അവളോട് അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ ഒട്ടും മര്യാദയില്ലാത്ത കൂട്ടത്തിലാണ്, എന്നെ രാജ്ഞിയാക്കാൻ കൊള്ളില്ല, ഇവിടെയുള്ളവർ മുഴുവൻ അതിനെ എതിർക്കും എന്നൊക്കെ അവനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ചിപയും പറയുന്നു. ഈ ലോകം മുഴുവൻ എതിർത്താലും ഞാൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് നോവലിൽ വായിച്ച ഒരു ഡയലോഗ് അവൻ കട്ടയ്ക്ക് കാച്ചുന്നു. ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ എന്ന് ചിന്തിച്ച് അവൾ കൂടുതലൊന്നും പറയാതെ അപ്പോൾ തന്നെ സ്ഥലം വിടുന്നു. നോവൽ ശരിക്കും ഹെൽപ്പ് ചെയ്തു എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് രാജ്ഞിയാകാൻ പോകുന്നവർ വിവാഹത്തിന് മുമ്പ് മന്ത്രിമാർക്കായി നടത്തേണ്ട വിരുന്നിനെക്കുറിച്ച് ലിജിൻ വന്ന് ഓർമ്മിപ്പിച്ചത്. കുക്കിംഗ് ചെയ്യുന്നതും കപ്പിൾസിനിടയിലെ റിലേഷൻഷിപ്പ് കൂട്ടാൻ സഹായിക്കുമെന്ന് നോവലിൽ വായിച്ചതിനാൽ അന്ന് രാത്രി തന്നെ വിരുന്ന് നടത്താൻ ചിപയോട് പറയാൻ മുലാങ് ഉത്തരവിടുന്നു. ലിജിൻ അപ്പോൾ തന്നെ അവളുടെ അടുത്ത് ചെന്ന് വിവരം അറിയിക്കുന്നു. അവൻ പോയ ശേഷമാണ് വിരുന്നിനെക്കുറിച്ച് വിശദമായി ഹോങ്ഷു അവൾക്ക് പറഞ്ഞു കൊടുത്തത്. ആ വിരുന്ന് ശരിക്കും രാജ്ഞിയാകാൻ പോകുന്ന ആളിന്റെ കുക്കിംഗ് സ്കിൽ അറിയാനുള്ള ഒരു ടെസ്റ്റാണ്. മോശമായി ഫുഡ് ഉണ്ടാക്കിയത് കാരണം മുമ്പ് ചിലർ ഫെയിലായി പോയ ചരിത്രം വരെ ഉണ്ട് എന്നൊക്കെ ഹോങ്ഷു പറഞ്ഞപ്പോൾ ചിവയുടെ തലയിൽ ഐഡിയ കത്തുന്നു. മോശമായി ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മന്ത്രിമാർ തന്നെയും തോൽപ്പിക്കും, അങ്ങനെ വിവാഹം മുടങ്ങുമെന്നാണ് അവളുടെ പ്രതീക്ഷ. അതിനുവേണ്ടി അപ്പോൾ തന്നെ അവൾ അടുക്കളയിലേക്ക് പോകുന്നു. ചുനർക്കാണ് കിച്ചന്റെ ഉത്തരവാദിത്തം. അവളോട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് ചിവ തനിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന ജോലി ഏറ്റെടുക്കുന്നു. ഫുഡിൽ ചേർക്കാനായി എന്തൊക്കെയോ മരുന്നുകളുടെ ലിസ്റ്റ് റെഡിയാക്കി അവൾ ഹോങ്ഷുവിനെ അത് വാങ്ങാനായി മാർക്കറ്റിലേക്ക് അയക്കുന്നു. സാധാരണ എല്ലാ കാര്യങ്ങൾക്കും എതിർപ്പ് കാണിക്കാറുള്ള ചിവ ഇന്ന് നല്ല താല്പര്യത്തോടെ നിന്ന് കുക്ക് ചെയ്യുന്നു എന്ന് ലിജിൻ മുലാങ്ങിനെ അറിയിച്ചപ്പോൾ എന്തോ പന്തികേട് തോന്നിയ അവനും എന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അന്ന് രാത്രി തന്നെ മന്ത്രിമാർക്കുള്ള വിരുന്ന് നടക്കുന്നു. ചിവ എന്തൊക്കെയോ മരുന്നുകൾ ചേർത്ത് വളരെ മോശമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കഴിച്ചു കഴിയുമ്പോൾ മന്ത്രിമാർ തന്നെ രാജ്ഞിയാകാൻ സമ്മതിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് അവൾ. പക്ഷെ അവൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല സംഭവിച്ചത്. ഫുഡ് കഴിച്ച എല്ലാവരും അവളുടെ കുക്കിംഗ് സ്കില്ലിനെ പൊഴുത്തുന്നു. എന്തിനധികം പറയുന്നു, എപ്പോഴും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹുദി പോലും ഫുഡ് ടെസ്റ്റ് ചെയ്ത ശേഷം നിനക്ക് ഇത്ര നന്നായി കുക്ക് ചെയ്യാൻ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിലെങ്കിലും അവളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ നശിച്ചതിനാൽ ഹുദി ദേഷ്യത്തിൽ അവിടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഫുഡ് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ സംശയം തോന്നി ചിവ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോഴാണ് താനുണ്ടാക്കിയ ഫുഡ് അല്ലാതെ എന്ന് അവൾ അറിയുന്നത്. അപ്പോഴേക്കും വിരുന്ന് കഴിഞ്ഞ് എല്ലാവരും മുടങ്ങി പോകുന്നു. എന്തിനാണ് ഫുഡ് മാറ്റിയതെന്ന് ചോദിച്ച് അവൾ മുലാങ്ങിനോട് വഴക്കുണ്ടാക്കുന്നു. അവൾ കുക്ക് ചെയ്യാൻ തയ്യാറായത് തന്നെ വലിയ കാര്യമാണ്. അവളുണ്ടാക്കിയ ഫുഡാണ് തന്റെ മുന്നിലിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മുന്നിൽ അവൾ മോശക്കാരി ആകാതിരിക്കാൻ വേണ്ടിയാണ് അവർക്ക് നല്ല ഫുഡ് കൊടുത്തത് എന്നൊക്കെ അവൻ വിശദീകരിക്കുന്നു. അവന്റെ മുന്നിലിരിക്കുന്നത് താനുണ്ടാക്കിയ ഫുഡാണെന്ന് അറിഞ്ഞപ്പോൾ അത് മുഴുവൻ കഴിക്കാൻ അവൾ അവനോട് ആവശ്യപ്പെടുന്നു. അവളുടെ നിർബന്ധം കാരണം അവൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശാരീരികമായി എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി അവൻ പെട്ടെന്ന് അവളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി കിസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. ചിവ അവനിട്ടൊന്നും പൊട്ടിച്ചിട്ട് ഒരു വിധത്തിലാണ് അവന്റെ പിടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറിയത്. അവളോട് വേഗം അവിടെ നിന്ന് പോകാൻ അവൻ അല്ലുന്നു. ഓടി രക്ഷപ്പെട്ട് മുറിയിലെത്തിയ ശേഷം അവൻ എന്താണ് അങ്ങനെ പെരുമാറിയതെന്ന് അവൾ ചിന്തിക്കുന്നു. താനതിൽ ചേർത്ത മരുന്നിന്റെ കുഴപ്പം വല്ലതുമായിരിക്കുമോ എന്നറിയാനായി അവൾ അടുത്ത ദിവസം അവിടുത്തെ ഒരു വൈദ്യനെ വിളിപ്പിക്കുന്നു. ഫുഡിൽ ചേർക്കാനായി ഹോങ്ഷുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ച മരുന്നുകളുടെ ലിസ്റ്റ് അവരെ കാണിച്ചപ്പോഴാണ് അവൾ ചേർത്തത് ചില സാധനങ്ങൾ വയാഗ്രയുടെ എഫക്റ്റ് നൽകുന്നതാണെന്ന് അറിയുന്നത്. അത് വലിയ അളവിൽ ശരീരത്തിൽ ചെന്നുകൊണ്ടാണ് അവൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. അന്ന് പകൽ മുഴുവൻ അവൻ അതിന്റെ എഫക്റ്റ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അന്ന് രാത്രിയായപ്പോൾ പോലും അവൻ പൂർണ്ണമായും നോർമലായിരുന്നില്ല. രാത്രി ചിവ അവന്റെ മുന്നിലത്തെ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതിന് ക്ഷമ പറയുന്നു. അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അവൾ ഇപ്പോഴും കുറെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം എതിരായി അവൾ വിവാഹം കഴിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവളുടെ രാജ്യത്ത് നിന്ന് അവൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ടുവരാൻ തയ്യാറാണെന്ന് അവൻ പറഞ്ഞപ്പോൾ എന്തോ ഐഡിയ തോന്നി അവൾ എന്തും എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. മുലാങ്ങിന്റെ അനിയൻ ജിങ്ങിനെ കോൺടാക്ട് ചെയ്യാനായി സിനിയാങ് അവന്റെ ജോലിക്കാരനെ ചെന്ന് കാണുന്നു. ജിങ് ഇപ്പോൾ കൊട്ടാരത്തിലെ ഒരു പ്രത്യേക തടവറയിൽ
തടവിലാണ്. അധികമാർക്കും അവനെ കാണാനുള്ള പെർമിഷൻ ഇല്ല. അവൻ്റെ കാലുകൾ പ്രത്യേക തരത്തിലുള്ള ഒരു ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അവന് ഭക്ഷണവുമായി ചെല്ലുന്ന റുവോ എന്ന ജോലിക്കാരൻ മാത്രമാണ് അവന് പുറംലോകവുമായുള്ള ആകബന്ധം. റുവോ മണ്ണിരയുടെ ബ്ലഡ് ലൈനാണ്. ജിങ് മുലാങ്ങിന്റെ സ്വന്തം അനിയനാണെങ്കിലും അവന്റെ ബ്ലഡ് ലൈൻ മൂസ് ആണ്. മുമ്പ് മുലാങ്ങിനെ ആക്രമിച്ച് രാജ്യം തട്ടിയെടുക്കാൻ ശ്രമിച്ച കുറ്റത്തിന് 5 വർഷമായി അവൻ തടവിലാണ്. അവൻ ഇപ്പോഴും മുലാങ്ങിനോട് വല്ലാത്ത പകയാണ്. സിനിയാങ് വഴിയിൽ വെച്ച് റുവോയുടെ കയ്യിൽ 2 സ്റ്റിക്കുകൾ കൊടുത്തയച്ചിരുന്നു. അവളെ മീറ്റ് ചെയ്ത കാര്യം പറഞ്ഞിട്ട് റുവോ അത് അവനെ ഏൽപ്പിക്കുന്നു. അതിന്റെ ചുവട്ടിലായി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു പേപ്പറും ഒരു ചെറിയ മരുന്നും ജിങ് കണ്ടെത്തുന്നു. ചിബയുടെ പേരാണ് ആ പേപ്പറിൽ എഴുതിയിരുന്നത്. ചിബ ആരാണെന്ന് റുവോ അവനെ അറിയിക്കുന്നു. തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് മരുന്നെന്നും അവന് മനസ്സിലാകുന്നുണ്ട്. ദാഷയിൽ നിന്ന് ചിബ മിസ് ചെയ്യുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ തയ്യാറാണെന്ന് മുലാങ് പറഞ്ഞപ്പോൾ തൻ്റെ മുറിയിലുള്ള ഡേവിഡിനെയും ഫേവറേറ്റ് ഫുഡായ ഡൂറിയാനും കൊണ്ടുവരാനാണ് അവൾ പറഞ്ഞത്. അത് രണ്ടും എന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ല. പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് അതെടുക്കാനായി ഞാനും കൂടെ വരാം എന്നവൾ പറയുന്നുണ്ടെങ്കിലും അവന് സമ്മതിക്കുന്നില്ല. അതിന്റെ ചിത്രം വരച്ചു തന്നാൽ മതി കൊണ്ടുവരാമെന്ന് പറഞ്ഞ അവൻ പേപ്പർ അവളുടെ കയ്യിൽ കൊടുത്തെങ്കിലും അവൾ അതിന് തയ്യാറാകാതെ കൂടെ ചെല്ലാൻ കുറെ നിർബന്ധം പിടിക്കുന്നുണ്ട്. നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. മുലാങ് അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് റുവാന്റെ അടുത്തെത്തി ജിങ്ങിന് സുഖമില്ല എന്നറിയിച്ചത്. കണ്ടീഷൻ വളരെ മോശമാണ്, അങ്ങേ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ റുവോ പറഞ്ഞപ്പോൾ അവൻ തടവറയിലേക്ക് ചെല്ലുന്നു. അവൻ പറഞ്ഞതുപോലെ ജിങ്ങിന്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. അവനെ പെട്ടെന്ന് ഇങ്ങനെ സുഖമില്ലാതെ ആകാൻ എന്താണ് കാരണം എന്ന് മുലാങ് ചോദിച്ചെങ്കിലും ആർക്കും അതിന് ഉത്തരമുണ്ടായിരുന്നില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും എന്നോട് ക്ഷമിച്ചുകൂടെ, ഇനി ഞാൻ പഴയതുപോലൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെ ജിങ് അവനോട് പറയുന്നുണ്ടെങ്കിലും തൽക്കാലം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് മുലാങ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ജിങ് അവനെ ചേട്ടാ എന്ന് വിളിച്ച് അപേക്ഷിച്ചത്. അത് കേട്ടതോടെ ആകെ സെന്റിയായി മുലാങ് തൽക്കാലം അവനെ തടവറയിൽ നിന്ന് മാറ്റി അവന്റെ അസുഖം ഭേദമാകുന്നവരെ കൊട്ടാരത്തിൽ തന്നെ താമസിക്കാനുള്ള പെർമിഷൻ നൽകുന്നു. തിരികെ തന്നെ മുറിയിലെത്തിയ മുലാങ് കുട്ടിക്കാലത്ത് അവൻ ചേട്ടാ എന്ന് വിളിച്ച് തനിക്കൊപ്പം കളിക്കാറുണ്ടായിരുന്നതിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അവൻ അങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും ജിങ്ങിന് അതൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. അവനെ പരിശോധിച്ച ഡോക്ടർ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ട അത്യാവശ്യമാണെന്ന് അറിയിച്ചിട്ട് പോകുന്നു. സത്യത്തിൽ അവൻ്റെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സിനിയാൻ കൊടുത്തയച്ച മരുന്ന് കഴിച്ചപ്പോൾ അസുഖമുള്ളതുപോലെ തോന്നിച്ചതാണ്. ബാക്കി അവൻ അഭിനയിക്കുകയും ചെയ്തതാണ്. ശിവയെക്കുറിച്ച് അന്വേഷിക്കാൻ അവൻ റുവോയെ ഏൽപ്പിച്ചിരുന്നു. 7 ദിവസത്തിനുള്ളിൽ മുലാങ് അവളെ വിവാഹം കഴിക്കുമെന്ന് അനൗൺസ് ചെയ്തതിനെക്കുറിച്ച് റുവോ അവനെ അറിയിക്കുന്നു. അവളുമായി മീറ്റ് ചെയ്യാൻ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടാക്കണമെന്ന് റുവോ അവനോട് പറയുന്നുണ്ട്. ശിവ ആവശ്യപ്പെട്ടതുപോലെ ഡുറിയാനും ഡേവിഡും ഒക്കെ മുലാങ് ദാഷ്യയിൽ നിന്ന് എത്തിക്കുന്നു. അവന് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് കരുതിയാണ് അവൾ അത് വേണമെന്ന് ആവശ്യപ്പെട്ടത്. അവൻ നിസ്സാരമായി അത് കൊണ്ടുവന്നു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് നിരാശയാകുന്നുണ്ട്. ഡേവിഡിനെ പൊക്കിയെടുത്ത് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത് ഹുദിയും ബായും ഒക്കെ കാണുന്നു. ശിവ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണെന്ന് അറിഞ്ഞപ്പോൾ ഹുദിക്ക് കലി കയറുന്നുണ്ട്. അപ്പോൾ കാറ്റടിച്ച് ഡേവിഡിന്റെ സെക്സി കൂടി അവർ കണ്ടത്. അതുകൂടിയായപ്പോൾ അവൾക്ക് ഒന്നുകൂടി ദേഷ്യം കയറുന്നു. രാജാവിനും രാജ്ഞിക്കും ഒരേപോലെയുള്ള താല്പര്യങ്ങളാണ്. അവർ ശരിക്കും നല്ല റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ്. അതുകൊണ്ട് അവരുടെ ബന്ധത്തെ എതിർക്കുന്നത് അവസാനിപ്പിക്കാൻ ബായ് അവളോട് പറഞ്ഞപ്പോൾ അവളുടെ ദേഷ്യം ഒന്നുകൂടി കൂടുന്നു. അങ്ങനെ ടെൻഷൻ കൺട്രോളിൽ കൂടുതലായപ്പോൾ അറിയാതെ അവൾക്ക് ഗ്യാസ് പോകുന്നു. എല്ലാവരും മൂക്കുപൊത്തുന്നത് കണ്ട് നാണക്കേട് കാരണം അവൾ വേഗം ഓടിപ്പോകുന്നു. ശിവ ഡോറിയാന് മുന്നിൽ വെച്ച് ഇനി വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലീ അവളുടെ അടുത്തേക്ക് വന്നത്. ഡുറിയാന് വല്ലാത്തൊരു നാറ്റമാണ്. ശിവ പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ലാത്തതുപോലെ അത് തൊട്ട് മുന്നിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെന്ന് പറഞ്ഞ് അത് വരുത്തിച്ചിട്ട് എന്താണ് കഴിക്കാത്തതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവനിത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് കരുതിയാണ് ഞാനിത് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇനിയിപ്പോൾ എന്താണ് ഒരു വഴി എന്നൊക്കെ അവൾ ചോദിക്കുന്നു. മുലാങ് അവളുടെ ഇഷ്ടം നേടിയെടുക്കാൻ ഇത്രയൊക്കെ ശ്രമിക്കുന്ന സ്ഥിതിക്ക് തിരിച്ച് അവനെ മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും ശ്രമിച്ചുകൂടെ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഇഷ്ടം അങ്ങനെ തോന്നുന്ന ഒരു വികാരമല്ല, അത് മനസ്സിൽ തന്നെ ഉണ്ടായി വരേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പ്രണയത്തിലാക്കുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അമ്മ പറഞ്ഞു കൊടുത്തനുസരിച്ച് അവൾ പറഞ്ഞു കേൾപ്പിക്കുന്നു. അങ്ങനെ ഒരു ഫീലിങ്സ് അവൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എന്തായാലും മുലാങ്ങിനോട് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നവൾ പറയുന്നു. തൽക്കാലം അതിനെക്കുറിച്ചൊക്കെ മറന്നിട്ട് നമുക്ക് ഡുറിയാൻ കഴിക്കാമെന്ന് പറഞ്ഞ് അവളത് മുറിച്ച് അവന് കൂടി കൊടുക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ സ്മെല്ല് കാരണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൻ പുറകിലേക്ക് മറന്നു. അവൾ കഴിക്കാൻ നിർബന്ധിച്ച് പുറകെ ചെല്ലുന്നു. വേണ്ടെന്ന് പറഞ്ഞ് പുറകിലേക്ക് നീങ്ങുന്നതിനിടയിൽ അവൻ കാൽ തട്ടി മറിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടുപേരും കൂടി മറിഞ്ഞു വീഴുന്നു. അവൾ അവൻ്റെ മുകളിലേക്ക് ചെന്ന് വീണ് ഒരു കിസ് സംഭവിക്കുന്നുണ്ട്. രണ്ടുപേരും ശരിക്കും ഷോക്കാകുന്നു. ചിപ്പ വേഗം എഴുന്നേറ്റ് മാറുന്നുണ്ട്. മുലാങ് എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ് അവനും വേഗം മുടന്നു പോകുന്നു. കുറച്ചു മുമ്പ് അവൾ പറഞ്ഞ ഫീലിംഗ് ഇപ്പോൾ തനിക്ക് ശരിക്കും തോന്നിയെന്ന് മുലാങ്ങിന് മനസ്സിലാകുന്നു. അതിന്റെ സന്തോഷത്തിലാണ് അവൻ തിരിച്ചു ചെന്നത്. അവന്റെ സന്തോഷം കണ്ട് ലിജുൻ വിവരം തിരക്കിയപ്പോൾ ആ ഫീലിങ്ങിനെ കുറിച്ച് അവനോട് പറഞ്ഞിട്ട് അവൻ എപ്പോഴെങ്കിലും അത് തോന്നിയിട്ടുണ്ടോ എന്ന് മുലാങ് ചോദിക്കുന്നു. അവന് പക്ഷെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ചിബയും ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലുള്ള ഫീലിംഗ് കുറച്ചു മുമ്പ് അവൾക്കും തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. മുലാങ്ങുമായി കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നതാണ് പ്രധാനം എന്നവൾ തീരുമാനിക്കുന്നു. മനസ്സ് ശാന്തമാക്കാൻ വേണ്ടി അവൾ തനിച്ച് ഗാർഡനിലേക്ക് പോകുന്നു. അവളെ മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം കണ്ടെത്തണമെന്ന് ജിങ് പറഞ്ഞിരുന്ന അനുസരിച്ച് അവളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്ന റുവോ ഉടനെ തന്നെ അവനെ വിവരമറിയിക്കുന്നതിനാൽ അവൻ ഗാർഡനിൽ ചെന്ന് അവളെ കാണുന്നു. കൊട്ടാരത്തിൽ അങ്ങനെ ആദ്യം കാണുകയായതുകൊണ്ട് അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവൾ പോകാൻ തുടങ്ങിയതാണ്. പക്ഷേ അവൻ നിർബന്ധിച്ച് അവളെ കൊണ്ട് കുറച്ചു നേരം തനിക്കൊപ്പം ഇരിക്കാൻ സമ്മതിപ്പിക്കുന്നു. അതിനുശേഷമാണ് മുലാങ്ങിന്റെ അനിയനാണ് എന്നവൻ പറഞ്ഞത്. മുലാങ്ങിന് അങ്ങനെ ഒരു അനിയനുള്ളവരും അവൾ അപ്പോഴാണ് അറിയുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളായി തടവിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അനുഭവിക്കേണ്ടെന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ അവൻ പറഞ്ഞപ്പോൾ അവനെ അങ്ങനെ തടവിലാക്കാൻ വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് എന്നവൾ ചോദിക്കുന്നു. അത് വലിയൊരു കഥയാണ് എന്ന് പറഞ്ഞതല്ലാതെ കാര്യം എന്താണെന്ന് അവൻ പറയുന്നില്ല. അപ്പോഴാണ് അവർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഹുദി അവരുടെ അടുത്തേക്ക് വന്നത്. രാജ്യദ്രോഹിയായ അവനും വിദേശിയായ അവളും ഒരുമിച്ചിരുന്ന് എന്താണ് ചർച്ച ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഹുദി അവരെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് അവൻ രാജാവിനെതിരായി എന്തോ ചെയ്തിട്ടുണ്ടെന്ന് ചിബ അറിയുന്നത്. അവർ ഒരുമിച്ചിരുന്നതോ സംസാരിക്കുന്നതിനെക്കുറിച്ച് രാജാവിനോട് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹുദി അവിടെ നിന്ന് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ
ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.